എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ മൈഗൈ ആവട്ടെ എന്തോ കണ്ട് ഷോക്കായിട്ട് നിൽക്കാണ്. അവന്റെ മുൻപില് എന്തോ ഒന്ന് അത് കല്ലുപോലെ ഉയർന്നു വരികയാണ്. മൈഗൈ ഒട്ടനെ നെജി നിന്റെ മുൻപില് ഇപ്പൊ എന്തെങ്കിലും വരുന്നുണ്ടോ ചോദിക്കുമ്പോ അതിന് നെജി പറയും ഉണ്ട്, പാറ പോലെ എന്തോ ഒരു സാധനം. അത് കേട്ട് ഇപ്പൊ ലീയും ടെൻടണും പറയും ഞങ്ങളുടെ മുൻപില് അതുപോലെ എന്തോ ഒന്ന് വരുന്നുണ്ട്. അപ്പൊ ടെൻടൺ ആവട്ടെ അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ ഒരു പാറ അവളെപ്പോലെ തന്നെയായി തീർന്ന് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ലീയുടെ മുന്നില് ലീനെ പോലെയും മൈഗയുടെ മുന്നില് മൈഗൈനെ പോലെയും നെജിയുടെ മുന്നില് അവനെ പോലെയും ഓപ്പണൻസ് റെഡിയായിട്ട് നിൽക്കുമ്പോ ലീക്ക് മനസ്സിലാവും ഇത് തീർച്ചയായിട്ടും വില്ലന്മാരുടെ കളി തന്നെയാണ്. എന്തായാലും ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞ് ഇപ്പൊ ലീ ആവട്ടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ അവന്റെ നയൻ ടെയിൽ ഫോക്സിന്റെ പവർ എടുത്ത് കലി കയറി നിൽക്കുകയാണ്. കുട്ടപ്പൻ വിളിച്ചു പോവും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഗാരയുടെ ബോഡിയിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കോ. ദേദുറയ്ക്ക് മനസ്സിലാവും ഇവന്റെ ബോഡിയിൽ തന്നെയാണ് ഹിറ്റാച്ചി പറഞ്ഞ നയൻ ടെയിൽ ഫോക്സിന്റെ പവർ ഉള്ളത്. ഇവൻ തന്നെയാണ് നറൂട്ടോ കുട്ടപ്പൻ എന്ന് പറയുമ്പോ സാസുരി ആവട്ടെ അവനൊന്നും മിണ്ടാതെ എന്തോ കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ഗ്രാൻഡ്മയെ കാണിക്കും. ഗ്രാൻഡ്മ സാസുരയെ കണ്ട് ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ നിലവിളിച്ച് പറയും നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഗാരയുടെ ബോഡി കയറിയിരിക്കും, അവിടുന്ന് എഴുന്നേറ്റ് മാറ്. ഗാറ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാവോ, നിനക്ക് എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അത് കണ്ട് കാക്കാഷി പറയും അവനെ വിളിക്കണ്ട, വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല, നമ്മൾ ഒരുപാട് വൈകിപ്പോയി, അതുകൊണ്ട് തന്നെ ഗാറ അവൻ നമ്മളെ വിട്ടുപോയി. അത് കേട്ട് ദേദുറ ഇപ്പൊ ഗാരയുടെ ബോഡി അത് ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പന് കലി കയറി അവന്റെ നയൻ ടെയിൽ ചക്രയുടെ പവർ അത് പുറത്തെടുത്ത് അവരെ ഇടിക്കാനായിട്ട് ഇപ്പൊ ചാടി അങ്ങോട്ട് വീഴും. പക്ഷെ കറക്റ്റ് ടൈമില് കാക്കാഷി ആവട്ടെ അവന്റെ മുൻപിൽ കയറി നിൽക്കും. എന്നിട്ട് കാക്കാഷി പറയും ഒന്നും മിണ്ടരുത്, ഞാൻ പറയുന്ന കേക്ക്, ഇപ്പൊ നീ ഫൈറ്റ് ചെയ്യാതെ മാറി നിൽക്ക്. ഇവിടെ മൈഗൈ പറയും ഇതും ഒരു വലിയ ട്രാപ്പാണ് അവർ നമ്മളെ കൊടുക്കാനായി ഉണ്ടാക്കി വെച്ചത്. അവർ നമ്മളെല്ലാവരെയും ഇപ്പൊ വ്യത്യസ്ത ദിശകളിലേക്ക് തിരിച്ചതിന് കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് ചെന്നാല് അവർക്ക് നമ്മുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഫ്ലാഗ് ഒരുപാട് ദിശകളിൽ മാറ്റിവെച്ച് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ നമ്മളെ തന്നെ ഓപ്പോണൻസ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഒന്നും ആലോചിക്കാനില്ല, എത്രയും പെട്ടെന്ന് ഈ ഒരു ഓപ്പോണൻസുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മൾ ജയിക്കണം. എത്ര പെട്ടെന്ന് ഫൈറ്റ് തീർക്കുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് ഗുഹയിലേക്ക് എത്തണമെന്ന് പറയുമ്പോ അത് കേട്ട് എല്ലാവരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആദ്യത്തെ അടി ഇപ്പൊ ഗായ് സെൻസായി ആവട്ടെ ചാട്ടി വീണ് അവന്റെ മോന്തക്കിടിക്കുമ്പോ ആ ഒരു ഓപ്പണന്റ് അവൻ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് മൈഗൈ അങ്ങനെ തന്നെ ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് പിടിക്കും. മൈഗൈക്ക് മനസ്സിലാവും ഇവനും ഒരു മൈഗൈ തന്നെയാണ്, അതുകൊണ്ട് എന്റെ എല്ലാ ഫൈറ്റും ഇവനും കറക്റ്റ് ആയിട്ട് അറിയാം. ഇവിടെ നെജി അവൻ ഹ്യൂഗ ക്ലാനിൽ ഫൈറ്റ് ചെയ്യുമ്പോ അവന്റെ ഓപ്പണന്റും അതേ ഹ്യൂഗ ക്ലാനില് അവനോട് ഫൈറ്റ് ചെയ്യും. ടെമരി ആവട്ടെ അവള് സ്ക്രോൾ എടുത്ത് ആഞ്ഞു വീശുമ്പോ അവളുടെ ഓപ്പണന്റും ഇപ്പൊ അതേ സ്ക്രോൾ എടുത്ത് അവളുടെ നേർക്ക് ആഞ്ഞു വീശും. മറ്റൊരു വശത്ത് ലീ ആവട്ടെ അവന്റെ മുഴുവൻ പവറും എടുത്ത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ തൊട്ട് പിന്നാലെ തന്നെ അവന്റെ ഓപ്പണന്റും അതേ സ്പീഡില് ഓടി ഓടി ഇപ്പൊ ലീയുടെ തൊട്ടടുത്തെത്തും. ലീ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി, എനിക്ക് അടിപൊളി ഒരു ഓപ്പണന്റിനെ കിട്ടിയെന്നും പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ മൊരച്ച് നിൽക്കുകയാണ്. അപ്പൊ സാസുരയും ദേദുരയും കുട്ടപ്പന്റെ പവർ കണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്റെ പവർ അതെനിക്ക് വേണം, ഇല്ല ഇല്ല ഇവനെ എനിക്ക് വേണം, ഞാനാണ് ഇവനെ ആദ്യം തിരിച്ചറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പനാണെ ഒന്നും മനസ്സിലാവില്ല, എന്താണോ നിങ്ങൾ പറയണേ ഗാറ അവൻ എന്തു പറ്റി? അപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും ഈ സാസുരിയാണ് ഗാറയെ തട്ടിക്കൊണ്ടു പോയത്, അവൻ തന്നെയാണ് ഗാറയുടെ പവറും അബ്സോർബ് ചെയ്തതെന്ന് അവൻ ചിന്തിക്കുന്ന അതേ സമയത്ത് ഇവിടെ ഗ്രാൻഡ്മ ആള് സാസുരയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ദേദുര പറയും നിനക്ക് വിഷമം തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല, ഈ ഒരു നയൻ ടെയിൽ ഫോക്സിന്റെ പവർ അത് തീർച്ചയായിട്ടും എനിക്ക് തന്നെ വേണം, ഇവനെ ഞാൻ തന്നെ തൂക്കിയെടുക്കുന്നു പറഞ്ഞ് ദേദുരയാവട്ടെ അവിടെ കിടന്ന് ചിരിക്കാൻ തുടങ്ങും. ഓൾറെഡി നീ ഒരു മോൺസ്റ്ററിന്റെ പവർ അബ്സോർബ് ചെയ്തതല്ലേ, അതുകൊണ്ട് ഇവന്റെ പവർ അതെനിക്ക് തന്നെ വേണം, എന്റെ ആർട്ട് എൻഹാൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇവന്റെ നയൻ ടെയിൽ ഫോക്സിന്റെ പവർ അത് ഉപകാരപ്പെടുന്നു പറയുമ്പോ സാസുരി അവൻ ദേഷ്യപ്പെട്ടു പറയും ഇവന്റെ പവർ ഒരിക്കലും ഞാൻ നിനക്ക് തരില്ല, എന്നെ കൊണ്ട് പറ്റില്ല,
എന്റെ ജീവൻ പോയാലും ഇവനെ ഞാൻ വിട്ടുതരില്ല എന്ന് ഇപ്പൊ ദേതുര പറയും. അങ്ങനെ വീണ്ടും 1-ന് 10 പറഞ്ഞ് 50 പറഞ്ഞ് അവര് രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. നാറൂട്ടോയ്ക്ക് കലി കയറി. അവൻ പല്ല് കടിച്ച് നിർത്തിനട രണ്ടെണ്ണോ, സ്റ്റോപ്പ് ദ ഫക്ക്. കുട്ടപ്പൻ ഉടനെ കയ്യിൽ വലിയൊരു സ്ക്രോൾ എടുത്ത് അതൊരു ഗെഞ്ചിപ്സു വാളാക്കി മാറ്റി സാസുരിക്ക് നേരെ ഇപ്പൊ വലിച്ചെറിയും. പക്ഷെ സാസുരി അവൻ കൂളായിട്ട് അവന്റെ വാള് വെച്ച് അത് തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. അത് കണ്ട് എല്ലാവരും വണ്ടറടിച്ച് നിൽക്കുമ്പോ ഇവിടെ ദേതുര അവൻ വീണ്ടും പറയും, നീ ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഈ ഒരു കുട്ടപ്പൻ അവൻ എനിക്കുള്ളതാണെന്ന് പറയുമ്പോ അതിന് സാസുരി പറയും, ഞാൻ ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല. മര്യാദയ്ക്ക് അടങ്ങി നിന്നോ, അല്ലെങ്കിൽ നിനക്ക് വലിയ ആപത്താണ്. അമ്മൂമ്മയാവട്ടെ ഇപ്പൊ സാസുരിയുടെ വളർച്ച കണ്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ്. അതേസമയം ദേതുര അവന്റെ ക്ലേ പുറത്തെടുത്ത് ഇപ്പൊ വലിയൊരു പക്ഷിയെ തന്നെ അവിടെ ഉണ്ടാക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഞെട്ടി ഷോക്കായിട്ട് അവനെ തന്നെ നോക്കി നിൽക്കും. ദേതുരയുടെ ആ ഒരു വലിയ പക്ഷി അതങ്ങനെ പറന്നു വന്ന് ഗാറയെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകാൻ നോക്കും. സാസുരി എന്തെങ്കിലും ചെയ്യും മുമ്പേ ദേതുര ആവട്ടെ സാസുരിയെ തട്ടിവിട്ട് ഗാറയുമായിട്ട് അവിടുന്ന് കടന്നു കളയും. കാരണം ദേതുരയ്ക്കറിയാം കുട്ടപ്പൻ തീർച്ചയായിട്ടും ഗാറയെ ഫോളോ ചെയ്തു വരും. കാരണം അവൻ ആവശ്യം ഗാറയാണ്. ഗാറയെ കിട്ടിയ സന്തോഷത്തില് ഇപ്പൊ ദേതുര ആവട്ടെ ചിരിച്ചുകൊണ്ട് അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് പോവും. കുട്ടപ്പൻ അത് സഹിക്കില്ല. കുട്ടപ്പനാവട്ടെ 100-110 ഇപ്പൊ അവന്റെ പിന്നാലെ ഓടാൻ തുടങ്ങും. സാസുരിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. കാരണം കുട്ടപ്പന്റെ മോൺസ്റ്ററിനെ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കുട്ടപ്പന്റെ ഓട്ടം കണ്ട് കാക്കാഷി ആവട്ടെ കുട്ടപ്പനെ വിളിച്ച് അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ഓടാൻ തുടങ്ങും. കാക്കാഷി ഓടാൻ നേരത്ത് ഇപ്പൊ വിളിച്ചു പറയും, നിങ്ങൾ രണ്ടുപേരും അവനെ നോക്കണം. ഗായ് ടീം എത്തിയാല് തീർച്ചയായിട്ടും അവർ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് കാക്കാഷി ആവട്ടെ കുട്ടപ്പന്റെ പുറകെ തന്നെ ഓടി കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തും. കാക്കാഷിയെ കാണുമ്പോ ഇപ്പൊ ദേതുരയ്ക്ക് കലി കയറും. ഞാൻ കഷ്ടപ്പെട്ടാണ് അവനെ ഇവിടം വരെ തനിച്ചു കൊണ്ടുവന്നത്. അവന്റെ പിന്നാലെ തന്നെ മണത്ത് ഇവനും എത്തി. എങ്ങനെയെങ്കിലും കാക്കാഷി ഓടിക്കണമെന്ന് പറഞ്ഞ് ദേതുര ആവട്ടെ ഒരുപാട് തന്ത്രങ്ങളൊക്കെ ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. കാക്കാഷി ആവട്ടെ അവന്റെ ഹെഡ്സെറ്റ് വെച്ച് മൈഗൈനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹലോ മൈഗായ്, എനിക്ക് നിന്റെ സഹായം അതൊട്ടന്നെ ആവശ്യമാണ്. അതിന് ഗായ്, എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഞാൻ വലിയൊരു അറ്റാക്കിലാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, ഞാൻ എത്രയും പെട്ടെന്ന് വരാമെന്ന് പറയുമ്പോ ഇവിടെ ലീയും ടൺടണും നെജിയും എല്ലാവരും പൊരിഞ്ഞ ഫൈറ്റിലാണ്. മൈഗായ് ആവട്ടെ ഇപ്പൊ ഫൈറ്റൊക്കെ ചെയ്ത് രക്തമൊക്കെ തെറിപ്പിക്കുകയാണ്. നെജി ഓരോ ചക്ര ഫ്ലോയില് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ അതേ ചക്ര ഫ്ലോയിൽ തന്നെ അവൻ തിരിച്ചടിക്കുകയാണ്. അവരുടെ ഏറ്റുമുട്ടലില് ഇപ്പൊ അവിടെ എല്ലാം തന്നെ തകർന്ന് തരിപ്പണാവും. ടൺടൺ ആവട്ടെ ഇനിയിപ്പൊ എന്ത് ചെയ്താ ഇവളെ തോൽപ്പിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ലീക്കാണെങ്കിൽ ആവേശം കയറി അവൻ ചാടി മറിഞ്ഞ് വളഞ്ഞൊടിഞ്ഞൊക്കെ അടിക്കുമെങ്കിലും അവന്റെ ഓപ്പണന്റും അങ്ങനെ തന്നെ ഇപ്പൊ ലീയെ തിരിച്ചടിക്കും. ആ ഒരു അടിയില് അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഇപ്പൊ ഉണ്ടാവും. ഇവിടെ കാക്കാഷിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. ആ സമയത്ത് ദേതുര അവൻ കുട്ടപ്പനെ ഇപ്പൊ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാക്കാഷിക്ക് മനസ്സിലാവും ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് കാക്കാഷി അവന്റെ ശരീരം കണ്ണു തന്നെ ഇപ്പൊ തുറന്നു കാണിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത അമ്മൂമ്മയാവട്ടെ ആള് സാസുരിയെ നോക്കി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ സാസുരി അമ്മൂമ്മയോട് ചോദിക്കും, നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, നിങ്ങൾ റിട്ടയർഡ് ആയെന്നാണ് ഞാൻ കരുതിയത്. അതിന് അമ്മൂമ്മ പറയും, ഞാൻ റിട്ടയർഡായി, പക്ഷെ ഇവിടേക്ക് വന്നത് എൻ്റെ പേരമകനെ കാണാനാണ്. ഇവിടെ സാക്കുറയ്ക്കാണെങ്കിൽ അവൻ്റെ കണ്ണ് കാണുമ്പോൾ മനസ്സിലാവും അവൻ ഒരുപാട് പേരെ ഇതിനോടകം കൊന്നിട്ടുണ്ട്. അവള് പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ അമ്മൂമ്മ പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവൻ്റെ കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഗ്രാൻഡ്മ ആവട്ടെ ചക്ര ത്രെഡില് ഒരുപാട് ബ്ലേഡുകൾ കോർത്തെടുത്ത് അവനെതിരെ വലിച്ചെറിയും. സാസുരി അതെല്ലാം തന്നെ ഇപ്പൊ തട്ടിത്തെറിപ്പിച്ച് കാലി കയറി നിൽക്കും. അവൻ പറയും, എനിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും നീയായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് അവന്റെ ഡ്രസ്സ് അത് കീറാൻ തുടങ്ങും. സാസുരിയുടെ ശരിക്കുള്ള രൂപം കണ്ട് സാക്കുറ വണ്ടറടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.